വെൽക്കം ടു Pearly Mani's യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് പെട്ടെന്ന് ചടപടയെന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന ഒരു റെസിപ്പിയാണ് സോയ ചങ്ക് കറി റെസിപ്പി. ഇനിയിപ്പോ നിങ്ങൾ ദേശത്തിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായ ഒരു കറിയാണ്. സെക്കൻഡ് ഹാഫിലാണ് തക്കാളി വരുന്നുള്ളൂ, ഫസ്റ്റ് ഹാഫിൽ തക്കാളി ഇല്ല. Why not? Spice correct है? Super ആയിട്ടുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ടു Pearly Mani's യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് പെട്ടെന്ന് ചടപടയെന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന ഒരു റെസിപ്പിയാണ്. ബിക്കോസ് ഞങ്ങളുടെ വീട്ടില് ഇത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇന്ന് ഞാൻ ശരിക്കും TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ 7 മണിയായി, ഓക്കെ എന്തെങ്കിലും ഉണ്ടാക്കണം രാത്രിയിലത്തേക്ക് എന്ന് വിചാരിച്ച് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ശ്രീനി പറഞ്ഞത്, ഇത് നീ എപ്പോഴും ചെയ്യണം, എല്ലാവർക്കും കാണിക്കണം എന്ന് പറയുന്ന റെസിപ്പി അല്ലേ, കുറെ കോംപ്ലിമെന്റ്സ് ഒക്കെ കിട്ടുന്ന റെസിപ്പിയാണ് നമ്മുടെ സോയ ചങ്ക് കറി റെസിപ്പി. ആ പേരിലുള്ള പോലെ ഒരു ചങ്കിന്റെ കറിയാണിത്. അതായത് ഞാൻ എല്ലാ ചങ്ക്സിനും വേണ്ടി ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ശരിക്കും ഈ കറി എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായ ഒരു കറിയാണ്. ഓക്കെ, അത്രേ ഉള്ളൂ പറയാൻ. പക്ഷെ ഈ കറി എനിക്ക് എങ്ങനെയാ, ഇത് എൻ്റെ റെസിപ്പി ആട്ടോ, ഇത് പല രീതിയിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം. പക്ഷെ ഇത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് വർക്കായ ഒരു റെസിപ്പിയാണ്. കൂടുതലും ഇവിടെ അതെ ശ്രീനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങൾ ഇത് അങ്ങനെ കഴിക്കാറില്ല, ബിക്കോസ് ഇപ്പൊ ഡയറ്റ് ഫുഡ് ഒക്കെ ആയതുകൊണ്ട്. പക്ഷെ ഇത് ഞാൻ മെയിൻലി ഉണ്ടാക്കുന്നത്, ഇത് കുറച്ച് ബൾക്കായിട്ട് ഒരു 3 ദിവസത്തേക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കും. ബിക്കോസ് ഇവിടെ ഹേമ, പിന്നെ ആശ, പിന്നെ ആര്യ, രഞ്ജു, ഇവരെല്ലാവരും രാത്രി ചപ്പാത്തിയാണ് കഴിക്കുന്നത്. അപ്പൊ അവർക്ക് ഒരു കറിയായിട്ട് ഞാനിത് ഉണ്ടാക്കും. ഒരു പ്രാവശ്യം ഉണ്ടാക്കി അവർക്ക് ഇഷ്ടമായി. അപ്പൊ ഞാൻ ഇങ്ങനെ ബൾക്ക് ഓർഡറിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. മാത്രമല്ല ഇത് കുറച്ച് ഞാൻ നാളെ അനന്തുവിന് കൊണ്ടു കൊടുക്കണം, ഞങ്ങളുടെ ജിം ട്രെയിനർ. അവൻ ഒരിക്കൽ ഇവിടെ കഴിക്കാൻ വന്നപ്പം ഞാൻ അവന് ഇത് കൊടുത്തു. ആൻഡ് ഹീസ് ലൈക്ക്, ഒരു ഇപ്പോൾ 6 മാസമായിട്ട് ഇത് എപ്പോഴാ തരാ, എപ്പോഴും ചോദിക്കും ഇത് കൊണ്ടുവന്നില്ലല്ലോ എന്ന്. അപ്പം അതും കൂടി ചേർത്ത് ബൾക്ക് ഓർഡർ ആണ് ഉണ്ടാക്കുന്നത്. ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഈ എപ്പിസോഡ് പെട്ടെന്ന് തീർത്തിട്ട് തന്നെ എനിക്ക് കഴിക്കണം, ബിക്കോസ് അത്രയും വിശന്നിരിക്കണം ഗൈസ്. അപ്പൊ വൺസ് അഗൈൻ വെൽക്കം ടു Pearly Mani യൂട്യൂബ് ചാനൽ. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ സോയ ഞാൻ ശരിക്കും ഇവിടെ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെറുതെ കട്ട് ചെയ്തിട്ട് കാര്യമില്ല, ആദ്യം ഇത് നല്ല ചൂട് വെള്ളത്തിൽ തിളപ്പിക്കുമ്പോൾ ഇത് നന്നായിട്ട് വേവുന്ന സമയത്ത് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിക്കാം. വേവിച്ചതിന് ശേഷം നന്നായിട്ട് അത് കുറച്ച് ചൂട് മാറിയതിന് ശേഷം വെള്ളം കളഞ്ഞിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് വലിയ ചങ്ക്സ് ആണെങ്കിൽ ഇതിനെ 2ആയിട്ട് കട്ട് ചെയ്ത് ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. കട്ട് ചെയ്യുമ്പോൾ അധികം പൊടിഞ്ഞു പോകാണ്ട് നോക്കണം. ജീരകം, പിന്നെ എനിക്ക് ആവശ്യമുള്ള സവാളയാണ്. നന്നായിട്ട് ഇവർക്ക് ഗ്രേവി വേണമല്ലോ, ചപ്പാത്തി എന്ന് പറയുമ്പോൾ ഗ്രേവി വേണം. അതുകൊണ്ട് ഞാൻ എത്ര സോയയാടാ ഇത്, ഇത്രയും സോയ. അതിന് ക്വാണ്ടിറ്റി എനിക്കറിയത്തില്ല. കുറേ സോയ. സവാള വേണം. സവാള ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറിയ സവാളയായിരുന്നു, അതുകൊണ്ട് 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ സവാള, അല്ലാണ്ട് ഉള്ളവർക്ക് കുറച്ച് സവാള. ഇനി വീട്ടിൽ ഒരു സവാള ഉള്ളെങ്കിൽ ഒന്നും പേടിക്കേണ്ട, അത് ഇട്ടിട്ട് ഉണ്ടാക്കും. ഇനി തക്കാളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ആ ഗ്രേവിക്ക് ഒരു കൊഴുപ്പും ഒരു രുചിയും വരണമെങ്കിൽ തക്കാളി ഇടണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. ഞാനൊരു 3-4 തക്കാളി എടുത്ത്, എനിക്ക് തക്കാളി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മമ്മി ചോദിക്കും ഇങ്ങനെ ഇത്രയും തക്കാളി, ഞാൻ പറയും എൻ്റെ തക്കാളി ഞാൻ ഇടുമേ. അടുത്തത് ഉരുളക്കിഴങ്ങ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കാം കേട്ടോ. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ, ഒരു വെറൈറ്റി. സോയയ്ക്ക് ഒറ്റപ്പെട്ട ഫീലിംഗ് വരുന്നത്, എങ്ങാനും കുളമായ സോയയ്ക്ക് പറയാം ഉരുളക്കിഴങ്ങിന്റെ കാരണം ഇത് കുളമായെന്ന് പറയാൻ വേണ്ടി സോയയുടെ കൂടെ ഇച്ചിരി ഉരുളക്കിഴങ്ങ് ഇട്ടേക്കാം, സപ്പോർട്ടിന്, ഒരു മോറൽ സപ്പോർട്ടിന്. അപ്പം ഈ ഉരുളക്കിഴങ്ങ് ഞാൻ കട്ട് ചെയ്താ വെച്ചിരിക്കുന്നത്. ഇത് ഇതിനകത്തിരുന്ന് വെന്തോളും, വേവിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് ആവശ്യമുള്ളത് വെളുത്തുള്ളി ഞാൻ കുറച്ചധികം ഇടുന്നുണ്ട്, ഒരു ചെറിയൊരു പിടി വെളുത്തുള്ളി. അതും നേരായിട്ട് അരിഞ്ഞു വെക്കുകയാണ്. ഇഞ്ചി വേണമെന്നുള്ളവർക്കിടാം, എനിക്ക് ഇഞ്ചി ഇഷ്ടമല്ല, അത് ഞാൻ ഇടുന്നില്ല. ഇനി മേത്തി ലീവ്സ്, ഇതാണ് കുറച്ച് എക്സ്ട്രാ ഒരു സാധനം ഞാൻ ആഡ് ചെയ്ത്. ഇതില്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാം, നോ പ്രോബ്ലം. പിന്നെ കുറച്ച് ചാറ്റ് മസാല, ഇത് ഞാൻ വെറുതെ എക്സ്പെരിമെൻറ്റേഷന് വേണ്ടി ഇട്ട് നോക്കിയതാ, ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഗൈസ്. അപ്പം ഞാൻ അന്ന് തൊട്ട് എല്ലാപ്പോഴും ഇതുണ്ടാക്കുമ്പോൾ ചാറ്റ് മസാല ആഡ് ചെയ്യും. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ചിക്കൻ മസാല, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടാവുമല്ലോ. ഇല്ലെങ്കിൽ ഇതെല്ലാം വാങ്ങിച്ചിട്ട് റെഡി ആയിട്ടിരുന്നോ, നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ആദ്യം തന്നെ അടുപ്പ് ഐശ്വര്യമായിട്ട് കത്തിക്കുക. ഞാൻ ഈ ഉരുളി വിട്ടുള്ള കളിയില്ല, എനിക്ക് ഉരുളി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഈ ഉരുളിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. എനിക്കിട്ട് ഇങ്ങനെ ഇളക്കുകയും, നല്ല ഒരു അടിപൊളി ഉരുളിയാണ്. ഈ ഉരുളി എവിടെ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത് എനിക്ക് ഒട്ടും ഓർമ്മയില്ല കേട്ടോ. എന്തായാലും ഇത് എല്ലായിടത്തും കിട്ടുന്ന ഒരു ഉരുളിയാണ്. നിങ്ങളുടെ വീട്ടിൽ എല്ലാ വീട്ടിലും ഒരു ഉരുളി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉരുളി ഇല്ലാത്ത വീടുള്ളെങ്കിൽ കമൻറ്റ് ബിലോ.
ആദ്യം ഇത് എന്തിൻ്റെ കൂടെ കഴിക്കുക? ആരാ ചോദിച്ചത്? മനു ചോദിച്ചു ഇത് എന്തിൻ്റെ കൂടെ കഴിക്കുക, എങ്ങനെ വേണമെങ്കിലും. ഇത് ഞാൻ വെറുതെ ബൗളിലിട്ട് കഴിക്കും. സത്യമായിട്ട് അങ്ങനെ ഞാൻ കഴിക്കാറുണ്ട്. പിന്നെ നമുക്ക് ഇത് മെയിനായിട്ട് ചപ്പാത്തി, നാൻ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ദോശയുടെ കൂടെ വേണമെങ്കിൽ ഇത് കുറച്ച് നമ്മൾ എണ്ണ ഇച്ചിരി ഒഴിക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ. കുട്ടാ ഇത് കുറേ ക്വാണ്ടിറ്റി ഉണ്ട് കുട്ടാ, നീ എന്നെ ടെൻഷൻ ആക്കല്ലേ. ഇത് എൻ്റെ റെസിപ്പി ആയതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു അളവ് അറിയില്ല. ഇതായിരിക്കില്ല അടുത്ത പ്രാവശ്യം ഉണ്ടാക്കണേ. അപ്പോൾ ഇന്നത്തെ അളവിൽ നമുക്കിങ്ങനെ ഉണ്ടാക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ, ഒരു വലിയ 4 ഇത് 5 ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. 5 ടേബിൾ സ്പൂൺ നല്ല എണ്ണ. നല്ല എണ്ണയല്ല, വെളിച്ചെണ്ണ അല്ല, സൺഫ്ലവർ ഓയിൽ. അയ്യോ എനിക്കത് പോയിട്ട് വരട്ടെ ഗോഡ്. ഓക്കെ, അപ്പൊ ഇത് ഇട്ടു. ഇനി എന്തായിരുന്നു? ജീരകം വേണേ. ഞാൻ ഇതിൽ കുറച്ച് ജീരകം ഇടും. എന്താ വെച്ചാൽ ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഡിഷ് ആയിട്ടാണ് ഞാൻ ഇതിനെ ഉണ്ടാക്കുന്നത്. ഇതിലതുകൊണ്ട് നമ്മൾ മസ്റ്റേർഡ് അതൊന്നും ഇടില്ല. ഞാൻ ഇതിൽ ആദ്യം ഇടാൻ പോണത് നമ്മുടെ ജീരകം അല്ലേ, ഈ ജീരകം. അപ്പം ഞാൻ ആദ്യം ഈ ജീരകം ഇടുകയാണ്. അപ്പം ജീരകം ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ വരും. ആരാ എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചിട്ട്. അപ്പം നമ്മൾ പറയും ഒന്നും ഇല്ലേ എന്ന് പറയും. എന്നിട്ട് നമ്മൾ എന്തിടും? വെളുത്തുള്ളി ഇട്ടു. ക്വാണ്ടിറ്റി നിങ്ങളുടെ എത്ര സോയയാണ് അതിനനുസരിച്ച് ക്വാണ്ടിറ്റി മാറുകയും മറിയുകയും ചെയ്യും. കറിവേപ്പില ഞാനിങ്ങനെ കഴുകി ഉണക്കി ടിഷ്യൂ പേപ്പർ താഴെ ഇട്ട് ഒരു ബൗളിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടിരുന്നോളും. അപ്പം കുറച്ച് കറിവേപ്പില നമ്മൾ ഇടണം. അതോ നോർത്ത് ഇന്ത്യൻ ആണെങ്കിലും സൗത്ത് ഇന്ത്യൻ ആണെങ്കിലും നമ്മൾ കറിവേപ്പില വിട്ടുള്ള കളിയില്ല. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ സവാളയാണ്. സവാള മുഴുവൻ ഇട്ടു. സവാള ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിതിനെ ഇളക്കണം. ഓക്കെ, നമ്മൾ പറയില്ലേ അധികം ഇളകല്ലേ, ആക്ച്വലി ഇത് ഇളകണം. നന്നായിട്ട് നമ്മൾ ഇളക്കണം. അയ്യോ എൻ്റെ വെളുത്തുള്ളി കരിഞ്ഞു ഗൈസ്. കുഴപ്പമില്ല, സോയയുടെ കൂടെ ഇരിക്കുമ്പോൾ അത് കാണാണ്ടായിക്കോളും. അത് ഞാൻ ഒളിപ്പിച്ച് വെച്ചോ, നീ അത് ഫോക്കസ് ചെയ്യല്ലേ. അത് അങ്ങനെയാണ്, അധികം തീ വേണ്ട. ഈ അടുപ്പിന് ഭയങ്കര തീ ആയതുകൊണ്ട് പെട്ടെന്ന് കുഴപ്പമില്ല. നമുക്ക് ഈ ഇളക്കുന്ന സമയം കൊണ്ട് ലെറ്റ്സ് ആഡ് സം സോൾട്ട് ടു ഇറ്റ്. ഇപ്പം നമ്മൾ ആക്ച്വൽ എമൗണ്ട് ഓഫ് സോൾട്ട് അല്ല ഇടുന്നത്. ഇപ്പം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് സോൾട്ട് ഇടാം. ലാസ്റ്റ് നമുക്ക് സോൾട്ട് കൂടുമോ കുറയോ നോക്കിയിട്ട് അതിനനുസരിച്ച് സോൾട്ട് ആഡ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് ഇതൊന്ന് വഴണ്ട് വരണം. എണ്ണ ഞാൻ ഇച്ചിരി കൂടുതൽ ഒഴിക്കാൻ കാരണം ഈ സോയ ഇതിലിരുന്ന് ഫ്രൈ ആവണം. സവാള പിന്നെ തക്കാളി ഇതൊക്കെ ഇടുമ്പോൾ അതിനാവശ്യമുള്ള എണ്ണയാണ് നമ്മൾ ഒഴിക്കേണ്ടത്. ഇടയിൽ വെച്ച് കുറഞ്ഞു പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ആഡ് മോർ. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് യു ക്യാൻ കീപ് ആഡിങ് മോർ അക്കോർഡിംഗ് ടു യുവർ വിഷ്. ആഹാ, പിന്നെ സോയ ഇസ് എ സോഴ്സ് ഓഫ് പ്രോട്ടീൻ. അത് നല്ല ഹൈ പ്രോട്ടീൻ ഫുഡ് ആയതുകൊണ്ട് സോയ കഴിക്കുന്നത് ഒരു ഹെൽത്തി കുട്ടനാണ്. ഇനി ഇതിങ്ങനെ വഴണ്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഈ സ്പൂൺ മാറ്റട്ടെ, ഭയങ്കര ഒച്ചയും ബഹളവും. നമുക്ക് വുഡൻ സ്പൂണിലേക്ക് നമുക്ക് പതുക്കെ ഷിഫ്റ്റ് ചെയ്യാം. ഇതാണ് നല്ലത്. ഓക്കെ, നമ്മൾ കുക്ക് ചെയ്യുന്നതെന്ന് ആരും അറിയാൻ പാടില്ല, മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ നിങ്ങൾ ദേഷ്യത്തിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ മറ്റേ സ്പൂൺ തന്നെ വേണ്ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒച്ച ഉണ്ടാക്കിയിട്ട് കുക്ക് ചെയ്യാം. പക്ഷേ ഇപ്പോൾ റൈറ്റ് നൗ ഐ ആം ഇൻ എ ഗുഡ് മൂഡ്, സോ ഐ ജസ്റ്റ് യൂസ് ദി സ്പൂൺ. ഇനി നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം പൊടികളിടാം. പൊടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് ഇടാൻ പോകുന്നത് ചില്ലി പൗഡർ. ഓഫ് കോഴ്സ് ഇതില്ലാണ്ട് ഒരു ജീവിതമില്ല. മുളക് പൊടി. ഇത് പ്ലെയിൻ ചില്ലിയാണ്. ഇവിടെ പൊതുവേ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എരിവ്. അവരുടെ വീട്ടിൽ അവർ നല്ല എരിവ് കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മെയിനായിട്ട് ചില്ലി പൗഡർ 2 സ്പൂൺ ഇട്ടു. ഇനി കശ്മീരി ചില്ലി, അത് നോർമൽ ചില്ലി, നല്ല എരിവുള്ള ചില്ലി പൗഡർ ആയിപ്പെട്ടത്. ഇനി നോർമൽ ചില്ലി കളറിന് വേണ്ടി കശ്മീരി, അതൊരു 2 സ്പൂണോളം ഇടുവാണ്. 2-2.5 സ്പൂൺ ഇട്ടു, ടീസ്പൂൺ. ഇനി ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഞാൻ 1 സ്പൂണാണ് ഇടുന്നത്. 1-1.5 സ്പൂൺ ഇടാം. ഇനി ഞാൻ ഇടാൻ പോകുന്നത് കുറച്ച് കുരുമുളക് പൊടി. ഇനി ഞാൻ ഇടാൻ പോകുന്നത് ചിക്കൻ മസാല. വൈ നോട്ട്? ബിക്കോസ് ചിക്കൻ മസാല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു നോൺ വെജ് ഫീലിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ചിക്കൻ മസാല നമുക്ക് 1, 2, 3 ഒരു 3 സ്പൂൺ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. ഗരം മസാല നമുക്ക് ലാസ്റ്റ് ഇടാം. അപ്പം ഇത്രയും പൊടികൾ ഇട്ടു. ഇനി ഇതെല്ലാം നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. അതിൻ്റെ ഒരു പച്ച മണവും പോകണം. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് തീ കുറച്ച് വയ്ക്കാം.
ഇതെല്ലാം ഇടുമ്പോൾ കണ്ടില്ലേ എണ്ണയൊക്കെ നന്നായിട്ട് അത് ഫ്രൈ ചെയ്യാനായിട്ട് ഇത്ര എണ്ണ നമുക്ക് വേണ്ടി വരും. ഞാൻ വെറുതെ ഇട്ട ഒരു സാധനമായിരുന്നു ചാട്ട് മസാല. അത് ഞാനിപ്പോൾ ഒന്ന് ആഡ് ചെയ്യുവാണേ. യു നോ വൈ? ബിക്കോസ് ചാട്ട് മസാല ലാസ്റ്റ് ആഡ് ചെയ്യാം. ആക്ച്വലി ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാറ്. ഒരു മിനിറ്റ്. ചാട്ട് മസാല, ഗരം മസാല ഇതൊക്കെ ഞാൻ ലാസ്റ്റ് ആയിരിക്കും ആഡ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ വഴണ്ട് വരുമ്പം പതുക്കെ നമുക്ക് ചുമ വരും. അപ്പം നമ്മൾ എക്സോസ്റ്റ് ഓൺ ചെയ്യണം. അയ്യോ, കുറച്ച് നേരം എടുക്കും ഇത് ഒന്ന് നന്നായിട്ട് വഴണം. എത്രത്തോളം വഴണ്ട് വരുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും. സോ ലെറ്റ്സ് നോട്ട് ഫർഗെറ്റ് ദാറ്റ്. നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് വേവണം, ഉള്ളിയും വേവണം. അത് കഴിഞ്ഞിട്ടേ തക്കാളി ആഡ് ചെയ്യുള്ളൂ. തക്കാളി നമ്മൾ അടുത്തേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പം തക്കാളി ചോദിക്കും എന്താ എന്നെ ഇടാത്തത്? അപ്പം ഞാൻ പറയും ഒന്ന് വെയിറ്റ് ചെയ്യും, ഇടാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫിലാണ് തക്കാളി വരുന്നുള്ളൂ. ഫസ്റ്റ് ഹാഫിൽ തക്കാളി ഇല്ല. താങ്ക് യു. എൻ്റെ മേക്കപ്പ് എങ്ങനെയുണ്ട്? ഞാൻ തനിയിട്ടതാ. ലിപ് ഗ്ലോസ് ആയിരിക്കും. ചിലപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്ന ഒരു സാധനമാണ് നെയ്യ്. എനിക്ക് എല്ലാത്തിനും നെയ്യ് ഇടാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ നെയ്യ് ഇടുവാണേ. 1 ടീസ്പൂൺ വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, വേണമെങ്കിൽ ഇട്ടാൽ മതി. എനിക്ക് പൊതുവെ ഇപ്പം സാമ്പാറിലാണെങ്കിലും എല്ലാത്തിലും ഇച്ചിരി നെയ്യ് ഇടുമ്പോൾ എന്തോ ഒരു സംഭവം നെയ്യ് ഇട്ടല്ലോ എന്നുള്ളൊരു ഫീലിംഗ്. നെയ്യിനൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ സൺഫ്ലവർ ഓയിലും നെയ്യും മിക്സ് ചെയ്യുമ്പോൾ ഒരു ഗുമ്മ് കിട്ടും എന്നുള്ള പ്രതീക്ഷയും. ഇപ്പോൾ ഉള്ളി കുറച്ച് വഴണ്ട് വന്നിട്ടുണ്ട്. ശ്രീനി നോക്കിയേ, ഓൾമോസ്റ്റ് ഒരു 3 to 4 minutes, ഒരു 5 minutes ഉള്ളിയും ഈ പൊടിയും മാത്രം നമ്മൾ മിക്സ് ചെയ്യണേ. ഉള്ളിയും ആ പൊടികളും നന്നായിട്ട് നല്ല കുറച്ച് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പം 5 minute ആയി. ഇപ്പം നമുക്ക് നമ്മുടെ തക്കാളി ആഡ് ചെയ്യാം. ഒരു 3-4 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. എന്തോ നല്ല പണിയെടുക്കുന്ന ഒരു ഫീലിംഗ് വരുന്നുണ്ട്. നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന പിള്ളേർ, പിന്നെ പുറത്തൊക്കെ ഉള്ളവർക്ക് ഇത് ഒരു മീൽ പ്രെപ്പ് സാധനമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതായത് ഇത് ചെയ്ത് ഒരു 1 വീക്കിനുള്ള ഫുഡ് നിങ്ങളിത് യൂസ് ചെയ്യുന്ന രീതി ഞാൻ പറയാം. ഇത് തണുത്തിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുക. ആവശ്യത്തിനുള്ള ഭാഗം മാത്രം എടുത്തിട്ട് ചൂടാക്കുക. ചൂടാക്കുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ഗ്രേവി ആക്കി എടുത്തിട്ട് ഫ്രഷ് ആയിട്ട് നമുക്ക് ചൂടാക്കി അടുപ്പിൽ തന്നെ ചൂടാക്കി എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബാക്കി ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. ഒരു മാക്സിമം ഒരു 3 to 4 days വരെ ഇത് നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ ഫ്രിഡ്ജിലിരിക്കും. പരീക്ഷിച്ചിട്ടുള്ള ആളാണ്. തക്കാളി ഒന്ന് ഉടയണേ. തക്കാളിയൊക്കെ ഒന്ന് ഉടങ്ങി വരുന്ന ടൈമിൽ നമുക്കിപ്പോൾ തന്നെ ഇതിടാം, ഉരുളക്കിഴങ്ങ് ഇടാം. എന്താ വെച്ചാൽ ഉരുളക്കിഴങ്ങിന് വേവ് ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ ഉരുളക്കിഴങ്ങിട്ടു. ഉരുളക്കിഴങ്ങിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി പാവം സോയേനെ വെറുതെ വിടരുത്, ഇത് അവൻ്റെ കറിയിൽ ഉരുളക്കിഴങ്ങിന് ആദ്യമായിട്ട് അവന് വിഷമാവില്ലേ, സോറിടാ. അപ്പം നമ്മൾ സോയ ചങ്ക്സ് അവന്മാരെ നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. ഇതിൽ കിടന്നൊന്ന് ഇനി ഇവൻ ഫ്രൈ ആവണേ. മല്ലിപ്പൊടി ഞാൻ നേരത്തെ ഇടാൻ വിട്ടുപോയതാണ്. ശരിക്കും അത് അതിൻ്റെ കൂടെ ഇടേണ്ടതായിരുന്നു. മല്ലിപ്പൊടി ഇടുവാണ്. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയെ. ഇനി അത് നല്ല പോലെ ഇത് മല്ലിപ്പൊടി ഞാൻ വിട്ടുപോയതാണ്, ക്ഷമിക്കണം. ആരും എന്നോട് ഒന്നും പറയരുത്. എന്തോ കരിഞ്ഞ മണം വരുന്നത്, തീയാണെന്ന് തോന്നുന്നു. ഇത് കത്തിപ്പോയാനിപ്പോൾ അല്ലല്ല, എൻ്റെ ഈ തുണി ഇതൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ താഴെ തീ ഉള്ളപ്പോഴേ പലർക്കും പറ്റുന്നതാണ്. സോ വി ഹാവ് ടു ബി കെയർഫുൾ. നല്ല പോലെ മിക്സ് ചെയ്യുക. ഇത് ഇപ്പം തന്നെ വെള്ളം ആഡ് ചെയ്യാത്തതിൻ്റെ കാരണം ഇതിലൊരു ഫ്രൈ ആകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇട്ടതിന് ശേഷം ഉരുളക്കിഴങ്ങ് സോയ ഇട്ടതിന് ശേഷം ഒരു ലെറ്റ്സ് സേ ഒരു 4 to 5 minutes ഇത് മാത്രമായിട്ട് ഒന്ന് കിടന്ന് മൊരിയണം. ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഇത് ആക്ച്വലി നമുക്ക് ഡ്രൈ ആയിട്ടും നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, യു ഡോണ്ട് ഹാവ് ടു മേക്ക് ഇറ്റ് ഭയങ്കര ഗ്രേവി. വെള്ളം കുറച്ചുണ്ടാക്കി വറ്റിച്ചെടുത്താൽ ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു കറി, ഒരു സബ്ജി പോലെ നമുക്ക് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം വെള്ളം ഒഴിച്ചാൽ ഇത് സോയ കറി ആവും. അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത് ചെയ്യാം. ഈ ഒരു അവസരത്തിൽ ഞാനിതിൽ വേറൊരു സാധനം ആഡ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് മേത്തി ലീവ്സ്. ഇതാണ് മേത്തി ലീവ്സ് എന്ന് പറയുന്നത്. ഇത് ഇടുമ്പോൾ നമ്മളൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ക്രഷ് ചെയ്യുക.
ക്രഷ് ചെയ്തിട്ട് ഇങ്ങനെ 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 ചെയ്യുമ്പോൾ അതിങ്ങനെ പൊടിയും. അത് ആക്ച്വലി ഡ്രൈ ലീഫാണ്, പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഒന്നും കൂടി അത് തരിതരിയാവും. കണ്ടോ? പിന്നെ ക്രഷ് ആവുന്നില്ലെങ്കിൽ ഇങ്ങനെ ഓട്ടിടുക. മേത്തിക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആട്ടോ, മേത്തി ലീവ്സിന്. ഈ ഒരു അവസരത്തിൽ നമുക്ക് ചാട്ട് മസാല ആഡ് ചെയ്യാം. ചാട്ട് മസാല വേണമെന്നുള്ളവർ ആഡ് ചെയ്താൽ മതി, വേണ്ടാത്തവർ ചെയ്യണ്ട. ചാട്ട് മസാല 1 ടീസ്പൂണാണ് ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നത്. എനിക്കിഷ്ടമാണ് ചാട്ട് മസാല, അതെന്തൊരു ജീവനുള്ളൊരു സാധനം പോലെ. ഈ ഒരു മൊമെന്റിൽ ഇത് ഫ്രൈ ആയി ഒന്ന് ലൈറ്റായിട്ട് ഉടങ്ങി തുടങ്ങുന്ന ഒരു മൊമെന്റിലാണ് നമ്മളിതിൽ വെള്ളം ആഡ് ചെയ്യാൻ പോകുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തണുത്ത വെള്ളം അല്ലെങ്കിൽ ടാപ്പ് വാട്ടറും അങ്ങനത്തെ ടെമ്പറേച്ചറിൽ ഒഴിക്കരുത്. നല്ല ചൂട് വെള്ളം, ഇതിൻ്റെ സെയിം ടെമ്പറേച്ചറിലുള്ള വെള്ളമേ ആഡ് ചെയ്യാവൂ. ഞാൻ വെള്ളം ആഡ് ചെയ്യണേ. നമ്മുടെ സോയ മുങ്ങിക്കിടക്കണം, അതാണ് നമ്മുടെ അളവ്. അതായത് സോയ നമ്മുടെ താഴെയൊക്കെ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഇളക്കി വിടുക. കണ്ടോ? ഇനി ഈ ഒരു വെള്ളത്തിൽ കിടന്ന്, ആക്ച്വലി ഉരുളക്കിഴങ്ങ് കുറച്ചും കൂടി ചെറുതായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അത് ഈ പിള്ളേർ കട്ട് ചെയ്ത് തന്നത് വലിയതായിപ്പോയി, പിന്നെ ഞാൻ മാറ്റിയില്ല. പക്ഷെ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്താൽ നല്ലതാട്ടോ. ഇനി നമ്മൾ ഇവനെ കുറച്ച് നേരം വെറുതെ വിടുക. ഇവനെ ഇങ്ങനെ വെള്ളത്തിൽ നന്നായിട്ട് കുക്കാവാൻ നമ്മൾ അനുവദിക്കണം. ഇങ്ങനെ കുറച്ചും കൂടി വെള്ളം വേണം, ബിക്കോസ് എത്രത്തോളം സമയം എടുത്ത് കുക്കാണോ അത്രത്തോളം ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാണ്. നിങ്ങൾ പറയാം, അയ്യോ കുറേ വെള്ളമായില്ല. വെള്ളമായില്ല, അത് കുക്കാവണം. നന്നായിട്ട് ഇരുന്ന് അങ്ങോട്ട് വേവട്ടെ. ഉരുളക്കിഴങ്ങിനെയൊക്കെ മുക്കി വെച്ചോ, അവന്മാരാണ് ശരിക്കും വേവേണ്ടത്. മറ്റേവനെ ഓൾറെഡി വെന്തിരിക്കുകയാണല്ലോ, ഒന്ന് ഒന്നിപ്പോൾ ഇരിക്കാൻ. ഇനി നമ്മൾ ഇവനെ അടച്ചു വെക്കുന്നു. അടച്ചു. ആഹാ, നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണേ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 മിനിറ്റായി. 8 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഇളക്കുന്നത്. ഈ ഉരുളക്കിഴങ്ങ് ചെറിയ പീസ് ആക്കണം എന്ന് ഞാൻ പറയാൻ കാരണം അതിന് വേവ് കൂടുതലുള്ളത് കൊണ്ടാണ്. ചെറുതാണെങ്കിൽ പെട്ടെന്ന് അത് വെന്ത് കിട്ടും. ഇത് ഞാൻ ഒന്ന് കുത്തി നോക്കട്ടെ കേട്ടോ. ഉരുളക്കിഴങ്ങ് കുറച്ച് വെന്തിട്ടുണ്ട്, പക്ഷെ ഇനിയും കുറച്ച് സോഫ്റ്റ് ആവാൻ നല്ലതായിരിക്കും. ഉരുളക്കിഴങ്ങ് ഉടയുന്നുണ്ട്, പക്ഷെ ഐ വോണ്ട് ഇറ്റ് ടു ബി ലിറ്റിൽ മോർ കുക്ക്ഡ്, എങ്കിലേ ആ റിയൽ ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. അപ്പോൾ 8 മിനിറ്റിൽ ഞാനൊന്ന് തുറന്നു, ഒന്ന് ഇളക്കി തിരിച്ച് അടച്ചു വെക്കും. നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഹായ് പറഞ്ഞേ. ഹൗ ആർ യു മട്ടെ? നമ്മൾ എന്താ ഉണ്ടാക്കുന്നേ? സോയ ചങ്ക്സ്. വെരി ഗുഡ്. കൈ കൊടു. ഈ കൈയല്ലല്ലോ, മറ്റേ കൈ. വെരി ഗുഡ്. ആരാ ഉണ്ടാക്കുന്നത്? അച്ഛടാ, എന്റെ മമ്മിയുടെ മോലാണിത്. നമുക്കിതൊന്ന് തുറന്നു നോക്കാവേ. നിത്തു റെഡി? വാവ് പറയണേ. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. യെസ്. മമ്മി ഉണ്ടാക്കുന്ന കറിയാ ഇത്. പക്ഷെ നിത്തുവിന് ഇത് കഴിക്കാൻ പറ്റില്ല, ഇത് എരിയാ, ഭയങ്കര എരിവാണ്. മുത്തിന് ഇത് വേറൊരു സാധനം മമ്മ തരാം. ഓക്കെ, ഇതെന്താ? ചോക്ലേറ്റ് അല്ല, ഇത് ഗരം മസാല. ഞാൻ കുറച്ചിടുവാണ്. ലാസ്റ്റ് നമ്മൾ ഇത്തിരി ഗരം മസാല ഇടുവാണ് ഫോർ ജസ്റ്റ് ദ ഫ്ലേവർ. ഇനി നമ്മൾ ഇത് ഒന്നും കൂടി മിക്സ് ചെയ്യും. വാവ് നിത്തു, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പം അറിയാണ്ട് അബദ്ധത്തിൽ അവളൊരു സാധനം കണ്ട്. ലോലിപോപ്പ്. ഇനിയിപ്പോൾ കൊടുത്തേ പറ്റൂ, വേറെ വഴിയില്ല. അമ്മ തുറക്കട്ടെ. താങ്ക് യു. ബര പോയി. നമ്മളിതിൽ മല്ലിയില ഇടവേ. മല്ലിയില ഞാൻ ഫ്രീസറിൽ കഴുകി ഉണക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. മല്ലിയില തീരാറായി, അടുത്ത ബാച്ച് ഉണ്ടാക്കണം. ഇത് തീരുമ്പോൾ ഞാൻ ഉണ്ടാക്കി വെക്കും. മല്ലിയില ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു ടൈമിൽ ഇഫ് യു സീ, ആ വെള്ളമൊക്കെ കുറച്ച് വറ്റി ഇത് കുറച്ചിങ്ങനെ കുഴ കുഴന്നൊക്കെ ആയി നല്ല ഒരു
ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. സെമി ഗ്രേവി. ഒരു സെമി ഗ്രേവി. ആക്ച്വലി ഈ ഒരു സ്റ്റൈലിലാണ് ചപ്പാത്തിക്കൊക്കെ ആക്ച്വലി പെർഫെക്റ്റ്. യു ഡോണ്ട് ഹാവ് ടു മേക്ക് ഇറ്റ് ലൈക്ക് ഭയങ്കര ഗ്രേവി പോലെ ആക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഈ ഒരു മൊമെൻറ്റിൽ എല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഉപ്പ് ചെക്ക് ചെയ്യാം. ഞാൻ റിയാക്ഷൻ ഒന്നും ഇടുന്നില്ല, റിയാക്ഷൻ ശ്രീനി ഇടും. ഐ ജസ്റ്റ് വോണ്ട് ടു ചെക്ക് ദ ഉപ്പ്. റിയാക്ഷൻ ഇടുന്നില്ല, ശ്രീനി ഇടട്ടെ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല ഗേസ്, സംഭവം ഇടുക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ്. ഉപ്പ് കുറച്ചും കൂടി വേണമെങ്കിൽ ഇടാം. പക്ഷെ ഉപ്പ് കറക്റ്റാണ്. പക്ഷെ ഈ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കുമ്പം കുറച്ച് മേലിലേക്ക് ഉപ്പ് നിന്നാൽ ആ ചപ്പാത്തിയും കൂടെ കഴിക്കുമ്പോൾ ആ കറക്റ്റ് ആയിരിക്കും. ഇച്ചിരി പൊടിക്ക് ഉപ്പ് ഈ ടൈമിലാണ് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ആഡ് ചെയ്യാറുണ്ട്, അത് കാണിച്ചു തരാം. പഞ്ചസാര. അതെന്തിനാന്ന് എനിക്കറിയില്ല, പക്ഷെ കുറച്ച് ഷുഗർ ഞാൻ ഇതിന് ആഡ് ചെയ്യും. ബിക്കോസ് ഇത്രയും തക്കാളി നമ്മൾ ഇടുമ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ലേശം കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ, ഓവറാക്കല്ലേ. ഇനി നമ്മളിത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ്. ആഹാ ശ്രീനി, മണം വരുന്നുണ്ടോ നിനക്ക്? എൻ്റെ ഉരുളക്കിഴങ്ങ് വെന്തോന്നാണ് എൻ്റെ ടെൻഷൻ. വെന്തു, കണ്ടോ കണ്ടോ, വെന്തു തുടങ്ങി കണ്ടോ. സോയ ഓൾമോസ്റ്റ് ഇങ്ങനെ ഒരു 1 മിനിറ്റും കൂടി എൻ്റെ ഒരു സമാധാനത്തിന് ഇച്ചിരി കൂടെ ഒന്ന് വറ്റിക്കോട്ടെ. അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സാധനം. ഇതിപ്പോൾ നമ്മൾ സോയ കുറച്ച് തിക്ക് ഗ്രേവിയിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാൽ ഇറ്റ് വിൽ ബിക്കം മോർ ഗ്രേവി. 2 മിനിറ്റ്സ്. ഓക്കെ, തീ നല്ല കുറച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഈ അടുപ്പിന് നല്ല തീ ഉണ്ട്, അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചത്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കൂ, ഇതാണ് നമ്മുടെ സോയ കറി. ഇത് ഇളക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ഒച്ചയൊക്കെ വരുന്നുണ്ട്. ആഹാ ആഹാ, ശരിക്കും ഒരു നോൺ വെജ് ഐറ്റം പോലത്തെ ഒരു വെജ് ഐറ്റം ആണ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഈ ഐറ്റം നല്ല എരിവും, ഉണ്ടാക്കുമ്പോൾ എരിവോടെ തന്നെ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു. നമുക്ക് സോയയുടേതായിട്ടുള്ളൊരു ടേസ്റ്റ് അങ്ങനെ ഇല്ലാത്തൊരു സാധനമാണ്. പക്ഷെ സോയനെ ടേസ്റ്റി ആക്കാൻ എരിവും ഈ മസാലകളൊക്കെ ചേരുമ്പം അതെല്ലാം പിടിച്ച് സോയയുടേതായിട്ടുള്ളൊരു ടേസ്റ്റ് വരും. അതാണ് എനിക്ക് ഈ സോയ കറിയുടെ ഒരു അത്ഭുതമായിട്ട് തോന്നുന്നത്. ഇനി നമുക്കിത് പതുക്കെ ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ ഓണായി കിടക്കട്ടെ. ബിക്കോസ് അടിപൊളിയല്ലേ, ലുക്കല്ലേ. ഇനി ഇവനെ നമ്മളിങ്ങനെ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇങ്ങനെ സെർവ് ചെയ്യാണ്. സോസ് എന്താ, ട്രസ്റ്റ് മീ ബ്രോ. അപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാണ് കേട്ടോ, എന്താ വെച്ചാൽ ഇത് ചൂടായിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമ്മളിത് ഓഫ് ചെയ്തിട്ട് ഇനി ടേസ്റ്റിംഗ് ടൈമാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് ടേസ്റ്റിംഗ് ദിസ്. സോ ദിസ് ഇസ് ദ സോയ ചങ്ക് കറി. ഇതിൽ വെച്ചു. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇത് എന്തിൻ്റെ കൂടെ ഇപ്പം നമ്മൾ കഴിക്കാൻ പോകുന്നത്. യെസ്, അതും ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഗാർലിക് ബട്ടർ നാൻ ഇസ് റെഡി. നല്ല ഗാർലിക് ബട്ടർ നാൻ്റെ കൂടെയാണ് നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ശ്രീനി, ആർ യു റെഡി ടു ടേസ്റ്റ് ഇറ്റ്? സോ നമ്മൾ ആദ്യം ബട്ടർ നാൻ, 2 ബട്ടർ നാൻ എടുത്തു. ഇനി ഞാൻ സെർവ് ചെയ്യാൻ പോവാണ്. എടുക്കുന്നു. സോ ശ്രീനി, ഞാനും ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് നമ്മൾ സെർവ് ചെയ്ത് കഴിഞ്ഞു. ശ്രീനി, ആർ യു റെഡി? ശ്രീനി ശരിക്കും വിശന്നിരിക്കുമ്പം പെട്ടെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തെടുത്ത വീഡിയോ ആണ്. അപ്പം ആദ്യം നമ്മൾ കുറച്ച് സോയ എടുക്കുന്നു. ഹൗസ് ഇറ്റ്? സത്യം പറ, are you sure? സൂപ്പർ. സംസാരിക്കരുത്. എരിവാണോ? എരിവില്ല, ഇല്ല, സത്യം. എരിയുന്നുണ്ടാവും പാവം. സത്യം, ഞാൻ കഴിക്കുമ്പോ സംസാരിച്ചില്ല. സത്യം, നീ കഴിച്ചു നോക്ക്. ഞാൻ പോയിട്ടല്ല, റിയലി സൂപ്പർടാ. ഇച്ചിരി വെള്ളം കൊടുക്കട്ടെ. എനിക്ക് പാവം തോന്നുന്നു കേട്ടോ.
ശരിക്കും എനിക്കെന്തോ എരിവ് ഉണ്ടോന്ന് നോക്കട്ടെ. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഞാൻ നേരത്തെ കഴിച്ചതാ എങ്കിലും ഈ ബട്ടർ നാൻ്റെ കൂടെ ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. സോയ നല്ല ചൂടല്ലേ. അടിപൊളിയല്ലേ? എനിക്ക് ഒന്നുകൂടി എടുത്തോ. It's actually so good. So good. എരിവ് കറക്റ്റ് ആക്ച്വലി ഇതിന്റെ കൂടെ വരുമ്പോ അല്ലേ. വാവ്, ഈ നാൻ ഇച്ചിരി റബ്ബർ പോലെ ഉണ്ടല്ലേ. ഞാൻ സോയ മാത്രം ഒന്ന് കഴിച്ചു നോക്കട്ടെ. സക്സസ് ആയി. ഇത് എപ്പോഴും ഉണ്ടാക്കുന്നതാണ്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് വരുമ്പോൾ ഒരു സന്തോഷം. അപ്പൊ ഇനി ആര്യ കഴിച്ചു നോക്ക്. ഹേമ വാ, ഇവരെല്ലാവരും ഇന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അവരുടെ റിയാക്ഷൻ ഞാൻ കാണാം. ഇവര് സത്യം സത്യം മാത്രം പറയുന്ന കുട്ടികളാണ്. ഇനി खा के देखो कैसा है, अच्छा बोलना है, कैसा है? सुपर. मैं हमेशा बनती हूँ ना, हमेशा. ये दीदी हमेशा बनता है. अच्छा बना था ये हमेशा. हाँ, अच्छा लगता है. ये क्या है? ये क्या है बोलो ना. ये सोया. सही है, सोया. सोया है. ना. टेस्ट बनाया. स्पाइस करेक्ट है. आशा स्पाइसी करेक्ट है. हाँ, आर्या ഷെഫ് എന്ത് പറയുന്നു? ആ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇവിടെ സക്സസ്ഫുള്ളി ഇവിടെ റണ്ണിങ് ആണ്. ഇനി നിത്തുവിൻ്റെ സമാധാനത്തിന് അവൾ ലോലിപോപ്പ് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അവൾക്ക് ഇത് കൊടുത്താൽ പണി കിട്ടും. സോ ഐ എം നോട്ട് ഗിവിംഗ് ഇറ്റ് ടു ഹർ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനിയും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നമ്മുടെ കുക്കിംഗ് എപ്പിസോഡായിട്ട് ഞങ്ങൾ തിരിച്ചു വരും. ടിൽ ദെൻ ഇറ്റ്സ് ബൈ പറഞ്ഞിട്ട് ബൈ. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe, just believe. Ba 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 Polly Money Show. Oh, oh. Believe in yourself. Do it. Love yourself the way you are. Love the world the way it is. Polly Money Show.